ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും ഞാനൊരു കുഞ്ഞി ചക്ക പിടിച്ചിട്ട് തന്നെയാണ് വന്നത്. കഴിഞ്ഞ വീഡിയോയിലെല്ലാം ചക്കേൻ്റെ റെസിപ്പി തന്നെയാണ് ഞാൻ ഉൾപ്പെടുത്തിയത്. അപ്പോൾ നിങ്ങൾ മുദ്ര ശ്രദ്ധിക്കണം. മുദ്ര അന്ന് കാണിച്ചത് ചക്ക ചിപ്സ്, ഇന്ന് കാണിക്കാൻ ഞാൻ പോകുന്നത് ചക്ക പായസം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടാണല്ലോ എനിക്ക് ഈ ചക്ക വെട്ടാൻ വളരെ നന്നായി അറിയാമെന്ന്. എല്ലാവരും കമൻ്റ് ഇട്ടിരുന്നു, ആ ചക്കയെ നീ വെട്ടി നശിപ്പിച്ചു എന്ന്. അപ്പോൾ ഇത് കുഞ്ഞിച്ചക്ക ആയതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അകത്ത് കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കുകയാണ്. പിന്നെ ഇങ്ങനെയാണല്ലോ പഠിക്കല്ലേ, പ്രാക്ടീസ് മേക്ക് എ മാൻ പെർഫെക്റ്റ്, അങ്ങനെയാണല്ലോ അല്ലേ. അപ്പോൾ ഈ ചക്കയും പഴുത്തതായതുകൊണ്ട് അധികം മൽപ്പിടുത്തം നടത്തേണ്ടി വന്നിട്ടില്ല. മറ്റേ ചക്ക കട്ട് ചെയ്തെടുക്കാൻ ഞാനൊരു 100 കൊത്തൽ കൊത്തിയിട്ടുണ്ടാവും, എന്നിട്ടാണ് അത് കട്ട് ചെയ്തെടുത്തത്. അത് പിന്നെ കുഞ്ഞാണ്, മറ്റേതുപോലെ അത്ര വലുതൊന്നുമല്ല, എന്നാലും ചെറിയൊരു മൽപ്പിടുത്തം നടത്തിയിരുന്നു. അപ്പോൾ ഇനി അടുത്ത വർഷത്തെ ചക്ക സീസൺ ആകുമ്പോഴേക്കും ഞാൻ ചിലപ്പോൾ ചക്കയൊക്കെ വെട്ടി പഠിക്കുമായിരിക്കും. പിന്നെ വീട്ടിൽ ചക്കയെല്ലാം കുറവാണ്, ഇതൊക്കെ പുറത്ത് അടുത്ത വീട്ടിൽ നിന്നെല്ലാം കിട്ടുന്ന ചക്കയാണ്. പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ചക്ക പായസമാണ് വെക്കുന്നത്. പഴുത്ത ചക്കേനെ കൊണ്ട് നമ്മളെ ഇവിടെ തലശ്ശേരി സ്റ്റൈലിൽ വെക്കുന്ന ചക്ക പായസമാണ്. അപ്പോൾ ആദ്യം ഈ ചോളയെല്ലാം ഞാൻ ചക്കേൻ്റെ മടലിൻ്റെ അകത്തുനിന്നൊന്ന് ഇരിഞ്ഞിടട്ടെ. ചിലപ്പോൾ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല അല്ലേ, നിങ്ങളും പറയുക ഇരിഞ്ഞിടട്ടെ, അങ്ങനത്തെ ഇത് എന്താ പറയുക, വേർപെടുത്തി എടുക്കട്ടെ. നമ്മളെ തലശ്ശേരി ഭാഷയാണ് ഈ ഇരിഞ്ഞിടട്ടെ. കേട്ടിട്ടാരും ചിരിക്കണ്ട. കഴിഞ്ഞ വീഡിയോയിൽ ചക്ക ഒട്ടിപ്പിടിക്കുന്ന വെളിഞ്ഞറ് എന്ന് പറഞ്ഞിരുന്നില്ലേ ഞാൻ. അപ്പോൾ യൂട്യൂബിലുള്ള എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് വാട്സപ്പിൽ പേഴ്സണലായിട്ട് വന്ന് ചോദിച്ചിരുന്നു, നീ എന്താ പറഞ്ഞ ആ സാധനത്തിൻ്റെ പേരെന്താ? ഞാൻ വെളിഞ്ഞറി. അത് കേട്ടിട്ട് ആൾ ഭയങ്കര ചിരിയായിരുന്നു. ആളെന്തായാലും ഈ വീഡിയോ ഇന്ന് കാണും. ഞാനാണ് ചോദിച്ചതെന്ന് നീ കമൻ്റ് അയക്കും അന്നേരം. നമ്മളെ തലശ്ശേരി ഭാഷ ചിലപ്പോൾ ഡിക്ഷണറിയിൽ വരെ ഇല്ലാത്ത ഭാഷയായിരിക്കും. നിങ്ങൾക്ക് ചിരിക്കാൻ കുറേ ഉണ്ടാവും. ഈ ഉയ്യൻ്റെപ്പ അതെല്ലാം നമ്മളെ എന്താ പറയുക ഈ കണ്ണൂരുകാർക്കും അത്ര ഈ ഉയ്യൻ്റെപ്പ അതൊക്കെ വരും. ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് തലശ്ശേരി ഭാഷ പറയാണ്ടിരിക്കാൻ, പക്ഷേ പറ്റാറില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ എല്ലാവിടെയും മഴയൊക്കെ ഉണ്ടോ? ഇപ്പോൾ ഈ വർഷം മഴ കുറവാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഈ ജൂണിൽ അധികം വെയിലൊന്നും കാണാറില്ല. പക്ഷേ ഇപ്പോൾ മഴയെ 2-3 ദിവസമായിട്ട് ഞാൻ കാണുന്നില്ല. നമ്മളെ സ്ഥലത്തൊന്നുമില്ല. നിങ്ങളുടെ നാട്ടിലെല്ലാം മഴയൊക്കെ ഉണ്ടോ? അപ്പോൾ ചക്കച്ചോളിയെല്ലാം ഞാൻ ഏകദേശം വേർപെടുത്തി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗം ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. ഇവിടെ നിന്ന് തന്നെയാണ് ഞാൻ കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുന്നത്. എല്ലാ ഭാഗത്തും കൊണ്ടുപോയിട്ട് അഴുക്കാക്കണ്ടെന്ന് വിചാരിക്കുന്നു. ഒട്ടിപ്പിടിക്കുന്ന സാധനമല്ലേ, അതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ആദ്യം ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. ഇനി ഇരിഞ്ഞെടുത്ത ചുള ഒന്ന് കട്ട് ചെയ്തെടുക്കണം. വളരെ കനം കുറച്ച് അരിയേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം വലിപ്പത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ഈ ഒരു വലിപ്പത്തിലാണ് കേട്ടോ ചക്കച്ചുള കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഈ സമയത്ത് തന്നെ ഞാൻ അമ്മേൻ്റെ കൂടെ പറയുന്നുണ്ടായിരുന്നു, ഞാൻ വരുമ്പോഴേക്കും തേങ്ങാപ്പാലെല്ലാം പിഴിഞ്ഞ് വെച്ചോളൂ പെട്ടെന്ന് തന്നെ. അപ്പോൾ ഒരാൾ തേങ്ങയൊക്കെ ചിരകി വെച്ചാൽ പാല് വേറെയാക്കി തന്നാൽ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും പായസം. അല്ലെങ്കിൽ ഞാൻ ഇനിയും ഈ ക്യാമറ എടുത്തിട്ട് അകത്ത് പോയിട്ട് അത് ഷൂട്ട് ചെയ്യണം. നിങ്ങൾക്കും ബോറടിക്കും, കാണിക്കുമ്പോൾ എനിക്കും ബോറടിക്കും. അപ്പോൾ 2ാം പാലും 1ാം പാലൊന്നും മാറ്റി വെക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അതെല്ലാം എല്ലാവർക്കും അറിയുന്നതായിരിക്കുമല്ലോ. അപ്പോൾ ചക്കച്ചോളിയെല്ലാം ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞു 2ാം പാലും 1ാം പാലെല്ലാം അമ്മ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് 2ാം പാല്. ഇതിലാണ് നമ്മൾ ചക്ക ഇട്ടിട്ട് വേവിക്കാൻ പോവുക. ആദ്യം പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് 1ാം പാലാണ്. അപ്പോൾ ആദ്യം 2ാം പാലൊന്ന് തിളപ്പിച്ചെടുക്കണം.
അപ്പോൾ പാല് തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ചക്കയിൽ ആവശ്യമായ മധുരത്തിന് ഞാനിപ്പോൾ 3 ശർക്കരയാണ് എടുത്തത്. അതൊന്ന് ഉരുക്കിയെടുക്കുക. പാല് തിളച്ച് വരുമ്പോഴേക്കും അതും റെഡി ആയിക്കോളും. അപ്പോൾ തേങ്ങാപ്പാൽ ഇപ്പോൾ നല്ലോണം തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച ചക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചക്കയൊന്ന് വെന്ത് കിട്ടുന്ന വരെ കുറച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കുക. ചക്ക ഇതിലേക്ക് പാലിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നന്നായി ഒന്ന് സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ചക്ക ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ ഒരു മിക്സ് റെഡിയാക്കണം. അപ്പോൾ ഈ കാണുന്നത് അരിപ്പൊടിയാണ്. നൂൽപുട്ടിനൊക്കെ പൊടിച്ചു വെക്കുന്ന പൊടി ഉണ്ടാവില്ലേ, നേരിയ പൊടി, അതാണ്. തരിയൊന്നുമില്ലാത്ത പൊടിയാണ്. അപ്പോൾ ഇത് കുറച്ച് വെള്ളത്തിൽ ഒന്ന് കുഴച്ചെടുക്കുക. അധികം വെള്ളമായി പോകരുത്. കാരണം പായസത്തിനൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ചക്ക ഇപ്പോൾ ഒരു 1/4 ഭാഗത്തോളം വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ച ശർക്കര പാനി ഒഴിച്ചു കൊടുക്കണം. ചക്ക വേവാൻ അധികം സമയമൊന്നും വേണ്ടി വരില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ശർക്കര പാനി ഒന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം. ശർക്കരേൻ്റെ എണ്ണമൊക്കെ നിങ്ങളെ മധുരത്തിനനുസരിച്ച് കൂട്ടാം. ഞാനിപ്പോൾ 3 നമ്മൾ ആണി എന്ന് പറയാം, 3 ആണി വെല്ലമാണ് എടുത്തത്. ശർക്കര എന്നും പറയില്ല, വെല്ലം എന്നാണ് പറയുക. അപ്പോൾ നിങ്ങൾ മധുരത്തിനനുസരിച്ച് ശർക്കര എടുക്കുക. ശർക്കര പാനി ഒഴിച്ചതിന് ശേഷം എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്യുക. ഇതിനി ശർക്കര പാനിയിൽ കിടന്നിട്ട് ഒന്നുകൂടി തിളച്ച് വെന്ത് വരട്ടെ. ശർക്കര പാനി ഒഴിച്ചതിന് ശേഷം നല്ലോണം തിളച്ച് ചക്ക നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി മിക്സ് ചെയ്ത് വെച്ച അരിപ്പൊടി മിക്സ് ചെയ്ത് വെച്ചിരുന്നില്ലേ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അരിപ്പൊടി ഒഴിക്കുന്ന സമയത്ത് കൈ എടുക്കാണ്ട് ഇളക്കി കൊടുക്കണം. കാരണം പെട്ടെന്ന് ഇത് എന്താ പറയുക, കട്ട കെട്ടിപ്പോവും. അതുകൊണ്ട് ഇനി ഇത് ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം നല്ലോണം ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഒരു തിക്നെസ് ആയി വരുന്നവരെ, പായസത്തിൻ്റെ ഒരു തിക്നെസ് ആയി വരുന്നവരെ ഇടയ്ക്ക് ഇതേപോലെ ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ അരിപ്പൊടി ഒഴിച്ചുകൊണ്ട് പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ സാധ്യത കൂടുതലാണ്. പിന്നെ ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് പൊടി കൂടിപ്പോകരുത്. വെള്ളത്തിലെല്ലാം ശർക്കരയിലെല്ലാം ഉപ്പുള്ളത് കൊണ്ട് ഒരു ചെറിയ അളവിൽ ഉപ്പ് പൊടി ഇട്ട് കൊടുക്കണം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായി കുറുകി വരുന്ന സമയത്ത് പായസത്തിലേക്ക് 1/4 പാൽ ഒഴിച്ചു കൊടുക്കുക. 1/4 പാൽ ഒഴിച്ചതിന് ശേഷം പിന്നെ അധിക സമയം ഇട്ട് തിളപ്പിക്കണ്ട. 1/4 പാൽ ഒഴിച്ച് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ ഈ ഒരു അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഏലക്കായ് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അടുപ്പ് ഓഫ് ചെയ്ത് വെക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കപ്രഥമൻ അല്ലെങ്കിൽ ചക്കപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.